എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ വാർത്ത മുഴുവനായി കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. ഓണത്തിന് ക്ഷേമ പെൻഷൻ നേരത്തെ എത്തുമോ? എപ്പോഴൊക്കെയാണ് വിതരണം ആരംഭിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ്. ഓണത്തിന് മുന്നോടിയായി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാത്തിരിപ്പുകളിലൊന്നാണ് ക്ഷേമ പെൻഷൻ. പെൻഷൻ തുക അക്കൗണ്ടിലെത്തുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവർ, വിധവകൾ, ഭിന്നശേഷിക്കാർ തുടങ്ങി ഈ തുകയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് പെൻഷൻ ഒരു ചെറിയ സഹായമല്ല, അത് അവരുടെ മാസച്ചെലവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓണത്തിന് പെൻഷൻ നേരത്തെ ലഭിക്കുമോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഓണത്തോടനുബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെയാക്കുകയാണ് സർക്കാർ. സാധാരണയായി മാസത്തിലെ 25-ാം തീയതി മുതലാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഓണം മുന്നിൽ കണ്ട് വിതരണം അതിനു മുൻപ് തന്നെ ആരംഭിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 20, 21 തീയതികളിൽ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായി അറിയേണ്ടത് ഒരു കാര്യമാണ്. എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ ദിവസം തന്നെ പണം അക്കൗണ്ടിലെത്തണമെന്നില്ല. വിതരണം ഘട്ടം ഘട്ടമായിരിക്കും. ചിലരുടെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും, മറ്റു ചിലർക്ക് നേരിട്ട് വീട്ടിലെത്തിക്കുന്ന സംവിധാനത്തിലൂടെയും ഇത്തവണ ലഭിക്കും. അതുകൊണ്ട് 20-ാം തീയതി അക്കൗണ്ടിൽ പണം വന്നില്ലെങ്കിൽ പെൻഷൻ ലഭിക്കില്ല എന്ന് കരുതേണ്ടതില്ല. വിതരണക്രമം അനുസരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലും തുക ലഭിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്തവണ എത്ര രൂപയാണ് പെൻഷൻ? നിലവിൽ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 2000 രൂപയാണ് ലഭിക്കുക. 2025 നവംബർ മുതൽ പെൻഷൻ തുക 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി ഉയർത്തിയിരുന്നു. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗങ്ങളിലുള്ളവർക്ക് ഈ തുക ലഭിക്കും. പുതിയ കണക്കുകൾ പ്രകാരം 51 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ പെൻഷൻ ലഭിക്കുന്നത്. അതിനാൽ ഏകദേശം 26.62 ലക്ഷം രൂപയുടെ അത്രയും പേരുടെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. മറ്റുള്ളവർക്ക് വീട്ടിലെത്തിച്ചാണ് തുക നൽകുന്നത്. ക്ഷേമനിധി ബോർഡുകൾക്ക് കീഴിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതത് ക്ഷേമനിധി ബോർഡുകൾ വഴിയായിരിക്കും വിതരണം. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുക. വീട്ടിലെത്തിയാണ് പെൻഷൻ വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ നൽകുന്നതെങ്കിൽ വിതരണം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ആളുകൾ ലഭ്യമാകുന്നതും ശ്രദ്ധിക്കുക. പെൻഷൻ സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ഔദ്യോഗിക സംവിധാനങ്ങളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ചും ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നാണ്. 2025 ഡിസംബർ 31 പെൻഷൻ അനുവദിക്കപ്പെട്ട സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധിയുണ്ട്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്നവർ തങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നത് നല്ലതാണ്. ഓണം എന്നത് ആഘോഷത്തിൻ്റെ സമയമാണ്. പക്ഷേ ഒരു വീട്ടിലെ ഓണത്തിൻ്റെ സന്തോഷം പലപ്പോഴും അടുക്കളയിലെ സാധനങ്ങളുടെയും മരുന്നിൻ്റെയും വൈദ്യുതി ബില്ലിൻ്റെയും ചെറിയ ചെറിയ ചെലവുകളുടെയും കണക്കിലാണ്. അവിടെയാണ് ഈ 2000 രൂപയുടെ പ്രാധാന്യം. അതുകൊണ്ട് ഓണത്തിന് മുൻപ് പെൻഷൻ ലഭിക്കുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെയാക്കുകയാണ്. ഓഗസ്റ്റ് 20, 21 മുതൽ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് നടപടികൾ. എന്നാൽ എല്ലാവർക്കും ഒരേ ദിവസം തന്നെ തുക ലഭിക്കണമെന്നില്ല. ഇത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലോ നേരിട്ടുള്ള വിതരണത്തിലൂടെയോ ഘട്ടം ഘട്ടമായാണ് തുക നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീടുകളിലോ കുടുംബങ്ങളിലോ ഈ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് കരുതുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.